നമ്മൾ കാർഗോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ റോഡ്, റെയിൽ, എയർ, വാട്ടർ, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ, ഇങ്ങനെ പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വേണമെങ്കിലും നമ്മുടെ കാർഗോ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ മോർ ദാൻ 90% യൂസ് ചെയ്യുന്നത് വാട്ടർ മോഡാണ്. ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ ത്രൂ എയർ ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു കാർഗോ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മോഡെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് മോഡെന്ന് പറഞ്ഞാൽ എയർ ആയിരിക്കും വളരെ നല്ലത്. കാരണം അത് നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് വാട്ടർ ആയിരിക്കും. കാരണം അത്ര ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി നമുക്ക് ത്രൂ എയർ മൂവ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് കോസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വന്നാലും വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നിലധികം മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്തൊക്കെ വരാം, അതെങ്ങനെയൊക്കെ വരാം എന്നുള്ള പ്ലാനൊക്കെ നമുക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ ആ കാർഗോ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ മോർ വീഡിയോസ് ഫോളോ ഡീസ് ഓഫ് ടെക്നോളജീസ്.